we are discussing the transformations of the equations. സോ നമ്മളിവിടെ ഇക്വേഷൻസിൻ്റെ കുറേ ട്രാൻസ്ഫോർമേഷൻസ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പറയുന്ന ഒരു ട്രാൻസ്ഫോർമേഷനാണ് ട്രാൻസ്ഫോർമേഷൻ ഇൻ ജനറൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. കാരണം ഇതിൽ പറയുന്ന കുറേ കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ മുന്നോട്ട് പഠിക്കുന്ന ക്യൂബിക് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ വരുന്ന ഭാഗത്ത് കാർഡൻസ് മെത്തേഡ് പറയുന്നുണ്ട്. അപ്പോൾ കാർഡൻ മെത്തേഡിൻ്റെ ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നത് തന്നെ ഇതിലെ പല പ്രോബ്ലത്തിൻ്റെയും ഈ ഒരു സെക്ഷനിൽ വരുന്ന പ്രോബ്ലത്തിൻ്റെ ബേസിസിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് അവിടെ കുറേ കാര്യങ്ങളും പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ് ട്രാൻസ്ഫോർമേഷൻ ഇൻ ജനറൽ എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് നോക്കാം. ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ചോദിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് ഇക്വേഷൻ. ജനറൽ ട്രാൻസ്ഫോർമേഷൻ എന്താണ് എന്നുള്ളത് ചോദിക്കാനുള്ള ഒരു സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ പറയണത് നോക്കിക്കേ. ഇഫ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ടു ആൽഫ n ആർ ദ റൂട്ട്സ് ഓഫ് എ ഗിവൺ ഇക്വേഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഫോമിംഗ് എൻ ഇക്വേഷൻ ഹൂസ് റൂട്ട്സ് ആർ ഫൈ ഓഫ് x1 ഫൈ ഓഫ് x2 എക്സെട്ര ടു ഫൈ ഓഫ് xn ഈസ് നോൺ ആസ് എ ജനറൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എന്താ ജനറൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്? നമുക്ക് നമ്മുടെ കയ്യിൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ആൽഫ 1 ആൽഫ 2 എക്സെട്ര ടു ആൽഫ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് റൂട്ട്സ് ആണ് ഇക്വേഷനെങ്കിൽ നമുക്ക് ഫൈ ഓഫ് ആൽഫ 1 ഫൈ ഓഫ് ആൽഫ 2 എക്സെട്ര ടു ഫൈ ഓഫ് ആൽഫ n റൂട്ട്സ് ആയിട്ട് വരുന്ന പുതിയൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഫോം ചെയ്യണം എന്നാണ് നമ്മളോട് പറഞ്ഞത്. അതായത് നമ്മുടെ ഈ ഫൈ ഓഫ് ആൽഫ 1 എന്ന് ഉദ്ദേശിക്കുന്നത് ആൽഫ 1ലുള്ള ഒരു ഫംഗ്ഷൻ്റെ ഫോമിലായിട്ട് വരുന്നതായിരിക്കും. വരുന്ന തരത്തിലുള്ള റൂട്ട്സ് എങ്ങനെയാണ് നമ്മൾ ഫോം ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഫൈ ഓഫ് ആൽഫ 1 എന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആൽഫ 1 പ്ലസ് 2 എന്നോ അങ്ങനെ എന്തെങ്കിലും, ആൽഫ 1 പ്ലസ് 2 അല്ലെങ്കിൽ ആൽഫ 1 പ്ലസ് 1 അങ്ങനെ എന്തെങ്കിലും റിലേഷൻസ് വരുന്ന തരത്തിലുള്ള ഇക്വേഷൻസ് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ജനറൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. ഇനി നമുക്ക് അതെങ്ങനെയാണ് എന്താണെന്നുള്ളത് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഇപ്പോൾ പ്രോബ്ലം പറയുന്നത് ഇങ്ങനെയാണ്. ഇഫ് ആൽഫ ബീറ്റ ഗാമ are the roots of the equation 2x cube plus 3x square minus x minus 1 is equal to 0 എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു തേർഡ് ഡിഗ്രി ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഈ തേർഡ് ഡിഗ്രി ഇക്വേഷൻ്റെ 3 റൂട്ടാണ് തന്നിട്ടുള്ളത് ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്നത്. നമ്മളോടൊരു പുതിയൊരു ഇക്വേഷൻ ഒപ്റ്റെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ആ ഇക്വേഷൻ്റെ റൂട്ട്സ് എന്തായിട്ട് വരണം? അതായത് 2 ആൽഫ പ്ലസ് 3 2 ബീറ്റ പ്ലസ് 3 2 ഗാമ പ്ലസ് 3 എന്ന് പറയുന്ന റൂട്ടായിട്ട് വരുന്ന പുതിയൊരു ഇക്വേഷനാണ് ഫോം ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ആ ജനറൽ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള കൺസെപ്റ്റ് ഈ ഒരു ക്വസ്റ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ തന്നെ മനസ്സിലാക്കുക. അതായത് ഒരു തേർഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടായിരുന്നു. ആ ഇക്വേഷൻ്റെ 3 റൂട്ടാണ് ആൽഫ ബീറ്റ ഗാമ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഫൈ ഓഫ് ആൽഫ 1 ഫൈ ഓഫ് ആൽഫ ഇവിടെ ആൽഫ 1 ആൽഫ 2 ആൽഫ 3ക്ക് പകരം ഏതാ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്? ആൽഫ ബീറ്റ ഗാമയായിട്ടാണ് ചൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഫൈ ഓഫ് ആൽഫ 1 ഫൈ ഓഫ് ആൽഫ 2 ഫൈ ഓഫ് ആൽഫ 3 എന്ന് പറയുന്നതിന് പകരം ഇവിടെ എന്തായിരിക്കും? ഫൈ ഓഫ് ആൽഫ ഫൈ ഓഫ് ബീറ്റ ഫൈ ഓഫ് ഗാമ എന്നായിരിക്കും അല്ലേ. ആ ഫൈ ഓഫ് ആൽഫയും ഫൈ ഓഫ് ബീറ്റയും ഫൈ ഓഫ് ഗാമയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്ത്? 2 ആൽഫ പ്ലസ് 3 2 ബീറ്റ പ്ലസ് 3 2 ഗാമ പ്ലസ് 3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോമിൽ വരുന്ന എന്താ പറയുക, ഈ ഫോമിൽ ഇനി ഇവ റൂട്ട്സ് ആയിട്ട് വരുന്ന ഒരു പുതിയ ഇക്വേഷൻ ഫോം ചെയ്യാം. അങ്ങനെ ഫോം ചെയ്യുന്നതിനാണ് നമ്മൾ ജനറൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിവിടെ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന ഇക്വേഷൻ എടുത്ത് എഴുതുക. അപ്പോൾ നമ്മൾ പറയുകയാണ് ആൽഫ ബീറ്റ ഗാമ ബി ദ റൂട്ട്സ് ഓഫ് ദ ഗിവൺ ഇക്വേഷൻ 2x ക്യൂബ് പ്ലസ് 3x സ്ക്വയർ മൈനസ് x മൈനസ് 1 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ എന്തോ ഒരു കാര്യം ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം? എടുത്ത് എഴുതുക. അപ്പോൾ നമുക്കൊരു തേർഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ട്. ആ തേർഡ് ഡിഗ്രി ഇക്വേഷൻ്റെ റൂട്ട്സ് ആണ് ആൽഫയും ബീറ്റയും ഗാമ എന്ന് പറഞ്ഞത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 2 ആൽഫ പ്ലസ് 3 2 ബീറ്റ പ്ലസ് 3 2 ഗാമ പ്ലസ് 3 എന്നിവ റൂട്ടായിട്ട് വരുന്ന പുതിയൊരു ഇക്വേഷനാണ് നമുക്ക് ഫോം ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ റൂട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്കൊരു ജനറൽ റൂൾ ഉണ്ടാക്കിയെടുക്കാം. എന്താണ് ജനറൽ റൂൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എക്സും വൈയും ഉപയോഗിച്ചിട്ട് ഇതിനെ ഒരു ജനറലി നമുക്ക് പറയാൻ പറ്റുമെന്ന് നോക്കാം. ഈ എല്ലാ റൂട്ട്സിനെയും നമുക്ക് ഒരു ജനറൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കാൻ പറ്റുമെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഇവിടെ ഈ എല്ലാ ഇക്വേഷനിലും എവിടെ മാത്രമേ വരുന്നുള്ളൂ? ആൽഫ ബീറ്റ ഗാമയ്ക്ക് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു y is equal to ഇനി ഞാൻ 2x പ്ലസ് 3 എന്ന് എടുത്തു അല്ലേ. അതായത് yx is equal to 2x പ്ലസ് 3 എന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എക്സിന് പകരം ആൽഫ ബീറ്റ ഗാമ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റൂട്ട്സ് കിട്ടണം. അപ്പോൾ ആ ഒരു ഫോമിൽ ആ ഒരു രീതിക്കുള്ള ഒരു ജനറൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജനറൽ റൂൾ എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ റൂൾ എന്തായിരിക്കും? അതായത് നമുക്ക് ഈ റൂട്ട്സ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എടുക്കുന്നത് എന്താണ്? y is equal to 2x പ്ലസ് 3 എന്ന് പറഞ്ഞു.
പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ y is equal to 2x plus 3 എന്ന് എടുത്തിട്ട് ഇതിൽ നിന്ന് എക്സിന് ഒരു വാല്യൂ കണ്ടുപിടിക്കുക. ആ എക്സിന് ഒരു വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഗിവൺ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ട്രാൻസ്ഫോം ചെയ്തിട്ട് ഒരു അതായത് ജനറൽ ട്രാൻസ്ഫോം ചെയ്തിട്ടുള്ള ഇക്വേഷൻ കിട്ടും. അതായത് നമ്മളവിടെ ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് ജനറൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട റിക്വയർഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും, നമുക്ക് y മൈനസ് 3 ഡിവൈഡഡ് ബൈ 2 എങ്ങനെ കിട്ടിയെന്ന് അറിയില്ലേ അല്ലേ. അതായത് ഇതാണ് y, ഇവിടുന്ന് 3നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്തൊരു y മൈനസ് 3 ഈസ് ഈക്വൽ ടു 2x ആയിരിക്കും. സോ എക്സ് ഇസ് ഈക്വൽ ടു ഈ ഇൻറ്റു 2 എന്ന് പറയുന്നത് ഇവിടേക്ക് ഡിവൈഡഡ് ബൈ 2 വരും. അങ്ങനെയാണ് എക്സ് ഇസ് ഈക്വൽ ടു y മൈനസ് 3 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഈ എക്സ് ഇസ് ഈക്വൽ ടു y മൈനസ് 3 എന്ന് പറയുന്നത് നമ്മുടെ ഗിവൺ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതിന് എങ്ങനെയാണ് ഗിവൺ ഇക്വേഷൻ ഏതായിരുന്നു, 2x³ പ്ലസ് 3x² മൈനസ് എക്സ് പ്ലസ് 1 മൈനസ് എക്സ് മൈനസ് 1 ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. അതിൽ എക്സിന് പകരം y മൈനസ് 3/2 എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വന്നു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഇക്വേഷനെ നമ്മളൊരു ത്രൂ ഔട്ടായിട്ട് 2³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്തായാലും അങ്ങനെ സിംപ്ലിഫൈ ചെയ്തെടുത്ത് നമ്മൾ അതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, എന്താ കിട്ടിയത്, y³ മൈനസ് 6y² പ്ലസ് 7y പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ഇക്വേഷനായിട്ട് നമ്മൾ ഫോം ചെയ്തെടുക്കും. അപ്പോൾ നമ്മൾ അതിനെ വൈക്ക് പകരം അത്രയും എഴുതി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വൈക്ക് പകരം എക്സ് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ റിക്വയർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് x³ മൈനസ് 6x² പ്ലസ് 7x പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇതിൻ്റെ റൂട്ടിൻ്റെ ഫോം, ഇതിൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത് എന്ത് ഫോമിലായിരിക്കും, 2α പ്ലസ് 3 എന്ന് പറയുന്നതും 2β പ്ലസ് 3 എന്ന് പറയുന്നത് 2γ പ്ലസ് 3 എന്ന് പറയുന്ന ഫോമിലായിരിക്കും ഇതിൻ്റെ റൂട്ട്സ് ഒക്കെ വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഒന്നുകൂടി നന്നായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഒരു 3rd ഡിഗ്രി ഇക്വേഷൻ തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റൂട്ട് ആൽഫയും ബീറ്റയും ഗാമയാണെന്ന് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോം ചെയ്യേണ്ടത് ഇത് 2α പ്ലസ് 3 2β പ്ലസ് 3 2γ പ്ലസ് 3 എന്ന് പറയുക റൂട്ടായിട്ട് വരുന്ന പുതിയൊരു ഇക്വേഷനാണ് നമുക്ക് ഫോം ചെയ്തെടുക്കേണ്ടത് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ റൂട്ട്സിൻ്റെ ഒരു ജനറൽ ഫോം ഉണ്ടായിരിക്കും. ആ ഫോം വെച്ചിട്ട് നമ്മളൊരു y is equal to എടുക്കുക. ഇതിൽ നിന്ന് നമ്മൾ x is equal to എന്താണെന്ന് എഴുതിയെടുക്കാം. ആ x is equal to എന്താണെന്ന് കിട്ടിയത് നമ്മുടെ തന്നിരിക്കുന്ന ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് വൈയിലുള്ള ഒരു 3rd ഡിഗ്രി ഇക്വേഷൻ കിട്ടും. ആ വൈയിലുള്ള 3rd ഡിഗ്രി ഇക്വേഷൻ അവസാനം ഹെൻസ് ദ റിക്വയർഡ് ഇക്വേഷൻ ഈസ് എന്ന് പറഞ്ഞാൽ വൈയിന് പകരം എക്സ് റീപ്ലേസ് ചെയ്ത് എഴുതി വെക്കണം. ഓക്കെ, അത്രയാണ് ആ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു പ്രോബ്ലം പറയുന്നത് അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി മനസ്സിലാവും. ഇഫ് ആൽഫ ബീറ്റ ഗാമ ആർ ദ റൂട്ട്സ് ഓഫ് x³ പ്ലസ് px² പ്ലസ് qx പ്ലസ് r ഈസ് ഈക്വൽ ടു 0 ടു ഒബ്റ്റെയിൻ എൻ ഇക്വേഷൻ ഹൂസ് റൂട്ട്സ് ആർ എന്താ പറഞ്ഞിരിക്കുന്നത്, ആൽഫ പ്ലസ് 1/β ഗാമ, ബീറ്റ പ്ലസ് 1/γ ആൽഫ ആൻഡ് ഗാമ പ്ലസ് 1/γ ബീറ്റ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവ മൂന്നും റൂട്ട്സ് ആയിട്ട് വരുന്ന പുതിയൊരു ഇക്വേഷനാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കുറച്ചുകൂടി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഒരു ഇക്വേഷനാണ്. ഇവിടെ നമുക്ക് നോക്കി ജനറൽ ഫോമുല തന്നിട്ടുള്ളത്, പീൻ്റെയും ക്യൂവിൻ്റെ ഒന്നും വാല്യൂ തന്നിട്ടില്ല. എന്ത് വേണമെങ്കിൽ മാറി വരാം. അതായത് ഒരു ജനറൽ ഫോമിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു 3rd ഡിഗ്രി പോളിനോമിയൽ തന്നിട്ടുണ്ട്. ആ 3rd ഡിഗ്രി പോളിനോമിയലിൻ്റെ 3 റൂട്ട്സും തന്നിട്ടുണ്ട്. ഇനി ഈ ഒരു റിലേഷൻ കീപ്പ് ചെയ്യുന്ന റൂട്ട്സ് വരുന്ന ഒരു പുതിയ ഇക്വേഷൻ നമ്മളോട് ഫോം ചെയ്തെടുക്കാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ എഴുതുന്ന മാതിരി തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ റൂട്ട്സ് ആണ് എന്ന് എഴുതി വയ്ക്കാം. സോ നമുക്ക് അതിൽ നിന്ന് തന്നിരിക്കുന്ന ഇക്വേഷൻ ഇതാണ്. അപ്പോൾ അതിൻ്റെ റൂട്ട്സ് ആണ് ആൽഫയും ബീറ്റയും ഗാമയാണെന്ന് ഇറങ്ങി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പോൾ കഴിഞ്ഞ മെത്തേഡ്, അതായത് കഴിഞ്ഞ ആ ഒരു ഇതിൽ നിന്ന് കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത ആ ക്വസ്റ്റ്യൻ്റെ റൂട്ട്സിൽ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ്ലി ഒരു ജനറൽ ഫോം നമുക്ക് പറയാൻ പറ്റും. അതായത് റൂട്ട്സിൻ്റെ ഒരു ജനറൽ ഫോം എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ്ലി ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ആ റൂട്ട്സ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവാറുണ്ടായിരുന്നു. ഇപ്പോൾ ചില കേസിൽ നമുക്ക് അങ്ങനെ ഡയറക്റ്റ്ലി ഒന്നും പെട്ടെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ വരുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ 3rd ഡിഗ്രി ഇക്വേഷൻ ഉണ്ട്, റൂട്ട്സും ഉണ്ട്, ആൽഫയും ബീറ്റയും ഗാമയാണ് നമ്മുടെ റൂട്ട്സ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പണ്ട് മുതലേ പഠിച്ചിരുന്ന കാര്യമാണ് S1 S2 S3 അല്ലേ. അതായത് 3rd ഡിഗ്രി ഇക്വേഷൻ ആകുമ്പോൾ S1, അതായത് റൂട്ട്സിൻ്റെ സമ്മും പ്രൊഡക്റ്റും ഒക്കെ ഉള്ള വരുന്ന റിലേഷൻ അല്ലേ. അപ്പോൾ നമുക്ക് S1 എന്ന് പറഞ്ഞാൽ എന്താണ്, സം ഓഫ് ദ റൂട്ട്സ്. സം ഓഫ് ദ റൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ എന്ന് പറയുന്നതായിരുന്നു സം ഓഫ് ദ റൂട്ട്സ് എന്ന് പറയുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ എന്താ പറയാറ്, S1 ആകുമ്പോൾ ഒരു മൈനസ് ഇട്ട് കൊടുക്കണം. ഇവിടുത്തെ ക്വാണ്ടിറ്റി ഏതാണ്, P ആണ് അല്ലേ. അപ്പോൾ P ഡിവൈഡഡ് ബൈ x³ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 1 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഈക്വൽ ടു മൈനസ് P/1 എന്ന് പറയാൻ പറ്റും അല്ലേ. ഇനി S2 എന്ന് പറയുന്നത് എന്തായിരുന്നു, റൂട്ട്സിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ എടുക്കാറ്,
ആൽഫ ബീറ്റ ഗാമ എന്ന് എഴുതാം. എന്നിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രൊഡക്റ്റ്. സോ എന്ത് പറയും നമുക്ക് ആൽഫ ബീറ്റ പ്ലസ് നമുക്ക് എന്താ പറയേണ്ടത് ആൽഫ ഗാമ പ്ലസ് നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ കൂടി പ്രൊഡക്റ്റ് അല്ലേ ബീറ്റ ഗാമ എന്ന് പറയേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടും. എനിക്ക് കുറേ മുന്നത്തെ ക്ലാസ്സുകളിൽ അതെങ്ങനെയാണ് ആ ഓർഡറിൽ എഴുതുന്നതെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇത് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട്, അതായത് ഈ ടേംസിനൊന്ന് അറേഞ്ച് ചെയ്തിട്ടാണ് അവിടെ എഴുതിയിട്ടുള്ളത് മാത്രം. ഈ ടേമാണ് സെക്കൻഡ് എഴുതിയിരിക്കുന്നത്, ഈ ടേമാണ് തേർഡ് എഴുതിയിരിക്കുന്നത് അല്ലേ. ഇനി നമുക്ക് S2 സീക്വൾട്ട് അതാണ് റൂട്ട്സിൻ്റെ ടേംസിൽ എഴുതി. പിന്നെ നമുക്ക് S2 സീക്വൾട്ട് എന്താ എഴുതേണ്ടത് തേർഡ് ഈ ടേം. ഇപ്പോൾ ഇവിടുത്തെ ടേം ഏതാണ് Q/1 എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ഗാമ ആൽഫ = നമുക്ക് എന്ത് പറയാൻ പറ്റും Q എന്ന് പറയാൻ പറ്റും. ഇനി നമുക്ക് അടുത്തത് ഏതാ കണ്ടത് S3 കാണണം. S3 കാണുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് S3 എന്ന് പറയുന്നത് എന്താ പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട് ആണ് അല്ലേ. പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ വരിക, അതായത് S3 = പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് പറയുമ്പോൾ ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്നത് S3 ആണ്. അപ്പോൾ നമ്മളൊരു മൈനസ് ഇട്ട് കൊടുക്കണം. പിന്നെ ഈ ഒരു ടേം R/1 എന്ന് വരും അല്ലേ. അപ്പോൾ ആൽഫ ബീറ്റ ഗാമ = നമുക്ക് എന്ത് കിട്ടും -R എന്ന് പറയുന്ന ഒരു റിലേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിക്കേ, ഇതിവിടെ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇതിനിവിടെ ഫിക്സ് ചെയ്യാം. ദെൻ 1ന് 2 3 ഇങ്ങനെ 1 2 3 എന്ന് എടുക്കുക. ദെൻ S1 ഇങ്ങനെ ഒരു റിലേഷൻ ഞാൻ പണ്ട് പറഞ്ഞതാണ്, അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടി. ഇനി നമ്മൾ നമ്മുടെ റൂട്ട്സിൻ്റെ ഫോം എടുക്കുക. ആ റൂട്ട്സിൻ്റെ ഫോം, അതായത് നമ്മുടെ റൂട്ട്സിൻ്റെ ഫോം എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മുടെ റൂട്ട്സ് എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലായിരുന്നു അല്ലേ, ആൽഫ പ്ലസ് 1/β ഗാമ എന്ന് പറഞ്ഞാൽ. അതിന് നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുകയാണ്, ഈ കോയിഫിഷ്യൻസിനെ അതിൻ്റെ ടേംസിലേക്ക് എഴുതാൻ പറ്റുമോ എന്ന് നോക്കുക. അതായത് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ടേമിക്ക് എന്ന് പറയാം. ഇപ്പോൾ ഈ അതായത് നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടേമിനെ നമ്മൾ വെറുതെ എന്താണ് ആൽഫേൻ്റെ ടേംസിൽ മാത്രമാക്കിയിട്ട് എഴുതാം. അതേമാതിരി നമ്മുടെ അടുത്ത റൂട്ട് എന്ന് പറയുന്നത് ഇതല്ലായിരുന്നു, അപ്പോൾ ഇതിനെ നമ്മൾ ബീറ്റേൻ്റെ ടേംസിലേക്ക് മാത്രമാക്കിയിട്ട് എഴുതാം. അതേമാതിരി തന്നെ ഇതിൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത് ഗാമേൻ്റെ ടേംസിലേക്ക് മാത്രമാക്കിയിട്ട് എഴുതാം. അതാണ് നമ്മുടെ ഉദ്ദേശം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ജനറൽ ഫോമിലോട്ട് അതിനെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആൽഫ പ്ലസ് 1/β ഗാമ ഇതിനെ ഞാൻ ഈ ഒരു ടേമിനെ, അതായത് ഈ സെക്കൻഡ് ടേമിനെ 1/β ഗാമ എന്ന് പറയുന്ന ടേമിനെ ഞാൻ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു ആൽഫയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വല്ല ചേഞ്ച് ഉണ്ടായിരിക്കുമോ, ഇല്ല അല്ലേ. അപ്പോൾ അതെന്തായിട്ട് മാറി, ഞാൻ അങ്ങനെ എഴുതുമ്പോൾ ആൽഫ പ്ലസ് ആൽഫ /ആൽഫ ബീറ്റ ഗാമ എന്ന് എഴുതാൻ പറ്റി അല്ലേ. എന്തിനാ അപ്പോൾ ഇങ്ങനെ എഴുതി നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരിക്കുക. നമുക്കിവിടെ ഈ ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ നമുക്കിവിടെ അറിയാം. എന്താണ് ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്നത് -R എന്നായിരുന്നു അല്ലേ. അപ്പോൾ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആൽഫ പ്ലസ് ആൽഫ /-R എന്ന് കിട്ടിയില്ലേ. അപ്പോൾ അതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആൽഫ മൈനസ് ആൽഫ /R എന്ന് പറയാൻ തുടങ്ങി അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ഇവിടെ ചെയ്തത്, നമുക്ക് തന്നിരിക്കുന്ന റൂട്ട്സിൻ്റെ ഫോമായിരുന്നു ഈ ഒരു ഫോം. ഈ ഒരു റൂട്ടിനെ നമ്മൾ ആൽഫേൻ്റെ ടേംസിൽ മാത്രമായിട്ട് കൺവേർട്ട് ചെയ്ത് എഴുതിയതാണ് നമ്മുടെ എന്ത് പറയുന്നത് ആൽഫ മൈനസ് ആൽഫ /R എന്ന് പറയുന്ന ഒരു ഫോമിലോട്ട് നമ്മളത് കൺവേർട്ട് ചെയ്ത് എഴുതി അല്ലേ. ഇനി സിമിലർലി നമ്മൾ ഇതിനെയും നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, ബീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. അതായത് നമ്മൾ 4 അല്ലേ ആൽഫ ബീറ്റ ഗാമ, ഇതിൻ്റെ ഈ ഒരു ടേമിനെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ ബീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും, ബീറ്റ പ്ലസ് ബീറ്റ /ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്നത്, അതിന് -R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സിമിലർലി നമ്മൾ ചെയ്ത മാതിരി വരുമ്പോൾ നമുക്ക് അതിന് എന്ത് കിട്ടും, ബീറ്റ മൈനസ് ബീറ്റ/R എന്ന് കിട്ടും അല്ലേ. അതേമാതിരി ഇതിനെ നമ്മൾ ഏതുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ട, ഈ ഒരു ടേമിനെ നമ്മൾ ഗാമ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ നേരത്തെ അതേ ചെയ്ത്, അതായത് ഈ ഒരു സ്റ്റെപ്പിൽ എന്താണോ ചെയ്തത് അതേ പ്രോസസ്സ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതെന്ത് കിട്ടും, ഗാമ മൈനസ് ഗാമ /R എന്ന് കിട്ടിപ്പോയി അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്തത്, നമ്മുടെ തന്ന അതായത് റൂട്ടിൻ്റെ ഫോമിനെ ഫസ്റ്റ് റൂട്ടിനെ ആൽഫേൻ്റെ ടേംസിൽ മാത്രമാക്കിയിട്ട് എഴുതി അല്ലേ. ഇവിടെ ആൽഫേൻ്റെ ടേംസ് മാത്രമേ ഉള്ളൂ. പിന്നെ R എന്ന് പറയുന്നത് നമ്മുടെ തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ കോയിഫിഷ്യൻ്റ് ആണ്, അതിന് കുഴപ്പമില്ല. തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ കോയിഫിഷ്യൻ്റായിട്ടായിരിക്കും വരാം. പക്ഷെ നമുക്ക് ഇപ്പോൾ ഈ റൂട്ട്സിൻ്റെ ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്ന ആ റൂട്ട്സിനെ മാറ്റിയിട്ട് ആൽഫേൻ്റെ ടേംസിൽ മാത്രം എഴുതി അല്ലേ. ഇതിനെ അതേ മാത്രം എഴുതി, ഇതിനും അതേ ഒരു ഫോമിൽ എഴുതി. ഇനി ഇതിൽ നിന്ന് നമുക്ക് ജനറൽ ഫോം പറഞ്ഞൂടെ. ഇപ്പോൾ ഇതൊക്കെ നോക്കിക്കേ, അതായത് ഈ ഒരു ജനറലി ഒരു ഫോം നമുക്ക് ഇതെന്നൊക്കെ പറയാൻ പറ്റില്ലേ. എന്താ ജനറൽ ഫോം, y = x - x/R എന്ന് പറയുന്നത് അല്ലേ. ഈ എക്സിന് ആൽഫ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വാല്യൂ കിട്ടില്ലേ. അതുമാതിരി ഈ ഇതിൽ എക്സിന് ബീറ്റ എന്ന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇത് കിട്ടും അല്ലേ. അതേമാതിരി നമ്മൾ എന്ത് ചെയ്യാണ്, എക്സിന് ഗാമ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു ഫോമിൽ കിട്ടും. അപ്പോൾ നമുക്ക് എല്ലാതും ഒരു ജനറൽ ഫോമിൽ കിട്ടി. ഇപ്പോൾ നമ്മൾക്ക് ഏത് ഫോം കിട്ടി, y = x - x/R എന്ന് പറയുന്ന ഫോമിൽ കിട്ടി അല്ലേ. എന്താ കിട്ടിയത്, നമുക്ക് y = x - x/R എന്ന് പറയുന്നത്. ഇനി നമ്മളിത് എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ നമുക്ക് ഇതുവരെ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. നമ്മളിതിന് എന്ത് ചെയ്യുക, ഇതിൽ നിന്ന് x = ഒരു ക്വാണ്ടിറ്റി എന്ന് എഴുതി വയ്ക്കുക.
അല്ലേ? എന്താ ചെയ്യേണ്ടത്? ഈ ഒരു റിലേഷനിൽ നിന്ന് നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു ഒരു ക്വാണ്ടിറ്റി എന്ന് എഴുതി വയ്ക്കുക. അപ്പോൾ നമ്മൾ ഇതിനെ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ഒക്കെ ചെയ്ത് എഴുതി വരുമ്പോൾ നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു ആർ വൈ ഡിവൈഡഡ് ബൈ ആർ മൈനസ് 1 എന്ന് കിട്ടും. ഓക്കെ, ഇനി എങ്ങനെയാണ് ചെയ്തതെന്ന് വേണ്ടി വരുമോ? ഒന്നുമില്ല, നമ്മുടെ വൈ ഇസ് ഈക്വൽ ടു നമ്മളിതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ആർ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ ഒരു ആർ ഉണ്ടായിരിക്കും. ഈ ആറിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ വൈ ആർ ഈസ് ഈക്വൽ ടു എക്സ് ആർ മൈനസ് എക്സ് എന്നുണ്ടായിരിക്കും. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എക്സ് ഇസ് ഈക്വൽ ടു കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ ഇതിൽ നിന്ന് ഒരു എക്സ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എക്സ് ഇൻറ്റു ആർ മൈനസ് 1 എന്ന് വരും. സോ നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും? വൈ ആർ ഡിവൈഡഡ് ബൈ ആർ മൈനസ് 1. അതിനൊന്ന് അറേഞ്ച് ചെയ്തതാണ് എക്സ് ഇസ് ഈക്വൽ ടു ആർ വൈ ഡിവൈഡഡ് ബൈ ആർ മൈനസ് 1 എന്ന് പറയുന്നത്, അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യാറ്? ഈ എക്സ് ഇസ് ഈക്വൽ ടു ഉള്ള വാല്യൂ തന്ന ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ തന്ന ഇക്വേഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. അങ്ങനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ഫോമിൽ കിട്ടും. ഇതാണ് നമ്മുടെ റിക്വയർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഇത്രയും കിട്ടിക്കഴിഞ്ഞതിന് ശേഷം വൈ ഇസ് ഈക്വൽ ടു വൈന് പകരം എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇത് റിക്വയർഡ് ഇക്വേഷൻ ഈസ് എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടി എടുത്ത് എഴുതി കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ എന്താ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള ഒരു കാര്യം കൂടിയും പറഞ്ഞു തരാം. നമ്മുടെ പ്രീവിയസ് പ്രോബ്ലം നോക്കാം. ഈ ഒരു പ്രീവിയസ് പ്രോബ്ലത്തിൽ എന്ന് പറയുന്നത് നമ്മുടെ റൂട്ടിൻ്റെ ഫോം, അതായത് ഫൈ ഓഫ് ആൽഫ 1, ഫൈ ഓഫ് ആൽഫ 2, ഫൈ ഓഫ് ആൽഫ 3 എന്നൊക്കെ പറയുന്നത് ആൽഫേൻ്റെ ടേംസിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനായിരുന്നു ഞാൻ ഡെഫിനേഷൻസ് നന്നായിട്ട് പഠിക്കാൻ പറഞ്ഞത്. ഫൈ ഓഫ് ആൽഫ 1, ഫൈ ഓഫ് ആൽഫ 2, ഫൈ ഓഫ് ആൽഫ 3 എന്ന് പറയുന്ന ഫോമിൽ തന്നെയാണ് നമ്മുടെ റൂട്ട്സിൻ്റെ ഫോം വരുന്നത്, അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റത്തെ റൂട്ട് നോക്കിയാൽ ഇതിൽ ആൽഫേൻ്റെ ടേംസ് മാത്രമേ ഉള്ളൂ, ഇതിൽ ബീറ്റേൻ്റെ ടേംസ് മാത്രമേ ഉള്ളൂ, ഇതിൽ ഗാമേൻ്റെ ടേംസ് മാത്രമേ ഉള്ളൂ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ്ലി നമുക്ക് അവിടെ ആ ജനറൽ ഫോം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മൾ ആ ഒരു ഫോമിൽ ചെയ്തെടുക്കും, അല്ലേ? ഇനി നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റൂട്ട്സിൻ്റെ ഫോം എന്ന് പറയുന്നത്, അതായത് ഈ ഒരു ഗിവൺ ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ റൂട്ടാണ് ആൽഫയും ബീറ്റയും ഗാമയെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫോമിൽ വരുന്ന റൂട്ട്സ് വരുന്ന ഇക്വേഷനാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജനറൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫൈ ഓഫ് ആൽഫ 1, ഫൈ ഓഫ് ആൽഫ 2, ഫൈ ഓഫ് ആൽഫ 3. ഇവിടെ എന്താ അറിയുക? ഫൈ ഓഫ് ആൽഫ, ഫൈ ഓഫ് ബീറ്റ, ഫൈ ഓഫ് ഗാമ എന്ന് പറയുന്നതായിരുന്നു. അപ്പോൾ എന്താ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫൈ ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫംഗ്ഷൻ ഓഫ് ആൽഫ ആയിട്ട് തന്നെ എഴുതണം, അല്ലേ? അപ്പോൾ ഇതിൽ നോക്കിയൊക്കെ ആൽഫയും ബീറ്റയും ഗാമേൻ്റെയും ടേംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ആൽഫേൻ്റെ മാത്രം ഫൈ ഓഫ് ആൽഫ എന്ന് പറയുമ്പോൾ ആൽഫയിൽ മാത്രമുള്ള ഒരു ഫംഗ്ഷൻ ആക്കിയിട്ട് എഴുതണമായിരുന്നു. ആ ഫൈ ഓഫ് ആൽഫയിലാക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇവിടെയുള്ള S1, S2, S3 എന്ന് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിക്കേ, ഇതിനെ നമ്മൾ എന്നിട്ട് എന്താക്കി മാറി? ആൽഫ മൈനസ് ആൽഫ ബൈ ഗാമ എന്ന് എഴുതി, അല്ലേ? അപ്പോൾ ഇതൊരു ഫൈ ഓഫ് ആൽഫ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഓഫ് ആൽഫ എന്ന് പറയുന്ന ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫോമിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു നമ്മുടെ ഉദ്ദേശം പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ഇങ്ങനെയുള്ള പ്രോബ്ലത്തിൽ. അപ്പോൾ ഡയറക്റ്റ്ലി നമ്മുടെ, അതായത് ഫൈ ഓഫ് ആൽഫ 1, ഫൈ ഓഫ് ആൽഫ 2, ഫൈ ഓഫ് ആൽഫ 3 അങ്ങനെയുള്ള ഫോമിലോട്ട് കൊണ്ടുവരണം എന്നുള്ളത് മനസ്സിൽ ഒരു ധാരണ കൊണ്ടുവരണം. കാരണം ഇതിൽ ആൽഫയും ബീറ്റയും ഗാമേൻ്റെയും ടേംസ് ഉണ്ടാക്കി അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ജനറൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ആ ഒരു പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം പറയണത്, ഇവിടെ ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്നത് റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ. നമ്മുടെ ഇവിടെ ഇക്വേഷൻ തന്നിട്ടുണ്ട് x³ മൈനസ് x പ്ലസ് 1 എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ റൂട്ട് എന്ന് നോക്കിക്കേ, നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? 1 പ്ലസ് ആൽഫ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫയും. ഓക്കെ, നമ്മുടെ ഇങ്ങനെയാണ് പറഞ്ഞത്. കുറച്ച് ക്വസ്റ്റ്യനിൽ നിന്ന് വ്യത്യാസമുണ്ട്. നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്കൊരു 3rd ഡിഗ്രി ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ റൂട്ടാണ് ആൽഫ ബീറ്റ ഗാമ എന്ന് പറഞ്ഞിരിക്കുന്നത്. 3 റൂട്ട് തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ വാല്യൂ? 1 പ്ലസ് ആൽഫ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ പ്ലസ് 1 പ്ലസ് ബീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് ബീറ്റ പ്ലസ് 1 പ്ലസ് ഗാമ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഗാമ എന്ന് പറയുന്ന ആ ഒരു ടേമിൻ്റെ വോൾ സമ്മാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ 3 റൂട്ടും തന്നിട്ടുണ്ട്, അല്ലേ? ഇനി ഇതെന്ന് നോക്കിക്കേ, ഇതൊരു ഫംഗ്ഷൻ ഓഫ് ആൽഫ, ഇതൊരു ഫംഗ്ഷൻ ഓഫ് ബീറ്റ, ഇതൊരു ഫംഗ്ഷൻ ഓഫ് ഗാമ എന്നല്ലേ പറയുന്നത്. അതായത് ഫൈ ഓഫ് ആൽഫ 1, ഫൈ ഓഫ് ആൽഫ 2, ഫൈ ഓഫ് ആൽഫ 3 എന്ന് പറയുന്നത് എന്താ? ഒരു ഫോമിലാണ്, അല്ലേ? അപ്പം നമ്മൾ ഫൈ ഓഫ് ആൽഫ 1, ഫൈ ഓഫ് ആൽഫ 2, ഫൈ ഓഫ് ആൽഫ 3 എന്ന് പറഞ്ഞിട്ട് ഒരു ജനറൽ ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ട് പുതിയൊരു ഇക്വേഷൻ ഫോം ചെയ്യുക. അതായത് 1 പ്ലസ് ആൽഫ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫയും 1 പ്ലസ് ബീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് ബീറ്റയും 1 പ്ലസ് ഗാമ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഗാമയും എന്തായിട്ട് വരണം?
അതായത് റൂട്ട്സ് ആയിട്ട് വരുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് പുതുത് ഫോം ചെയ്യുക. അങ്ങനെ ഫോം ചെയ്തിട്ട് അതിൽ നിന്നുള്ള S1 കണ്ടുപിടിക്കാം. അതായത് ഇത് റൂട്ടായിട്ട്, ഇത് ഓരോന്ന് റൂട്ടായിട്ട് വന്നിട്ടുള്ള ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ S1 കമ്പ്യൂട്ട് ചെയ്യുക. അതിൻ്റെ S1 കമ്പ്യൂട്ട് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സം ഓഫ് റൂട്ട്സ്. സം ഓഫ് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ 3 ടേംസിൻ്റെയും കൂടി സമ്മ്. അതായിരുന്നല്ലോ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ അതാണ് നമ്മളിവിടെ ജനറലി അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ എക്സാമിന് എഴുതുന്ന സമയത്ത് ലെറ്റ് X മൈനസ് ആൽഫ ബീറ്റ ഗാമ ബി ദ roots of this equation to form an equation which has the roots ഏതൊക്കെയാണ്, ഈ 3 റൂട്ട്സും വരുന്നത്. അതായത് ഇവിടെ പ്ലസ് അല്ല, കോമട്ട് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്ന ഫംഗ്ഷൻ ഓഫ് ആൽഫ എന്ന് പറയുന്ന ഫോമിൽ തന്നെയാണ്. ഇതെന്ന് പറയുന്ന ഫംഗ്ഷൻ ഓഫ് ബീറ്റ എന്ന് പറയുന്ന ഫോമിലാണ്. ഇതെന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് ഗാമ എന്ന് പറയുന്ന ഫോമിലാണ് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു ജനറൽ ഫോം പറഞ്ഞുകൂടെ. ഏത് ജനറൽ ഫോം പറയാം, y is equal to y is equal to 1 plus x divided by 1 minus x എന്നുള്ള ഒരു ഫോം, ജനറൽ ഫോം എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യാം. അതെന്ന് പറയുന്നത് കിട്ടി. ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം, x is equal to എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കുക. x is equal to എന്ന് പറയുന്നത് ഏത് ഫോമിലേക്ക് എഴുതാൻ പറ്റും, അതിൽ നിന്ന് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതിയിട്ട് x is equal to y minus 1 divided by y plus 1 എന്ന് എഴുതി അല്ലേ. എങ്ങനെ ചെയ്യുക എന്നുള്ളതൊക്കെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. അതൊന്ന് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മളെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോമിലോട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ റൂട്ട്സ് എന്ന് പറയുന്നത് ജനറൽ ഫോം ഈ ഒരു ഫോമിലായിരുന്നു. അതിൽ നിന്ന് നമ്മൾ x is equal to ഈ ഒരു ടേം എഴുതി വെച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ ഗിവൺ ഇക്വേഷനിൽ ഇത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഗിവൺ ഇക്വേഷനിൽ നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് അതിനെ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് കിട്ടും. ഇനി ഈ ഇക്വേഷൻ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും പോരാ, നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഒന്നുകൂടിയും സിംപ്ലിഫൈ ചെയ്യണം. ഇവിടെ എന്ന് പറയുന്നത് a മൈനസ് ബി, അതായത് ഇതിൽ നമ്മൾ എന്ത് കൊടുക്കുക, a മൈനസ് ബി ഓൾ ക്യൂബ് എന്ന് പറയുന്ന എക്സ്പാൻഷൻ വെച്ചിട്ട് ഇത് എക്സ്പാൻഡ് ചെയ്യുക. ഇതിന് അതേമാതിരി തന്നെ a പ്ലസ് ബി ഓൾ ക്യൂബ് എന്ന് പറയുന്നത് വെച്ചിട്ട് എക്സ്പാൻഷൻ ചെയ്യുക. ഇതിൽ നമ്മൾ a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുക. എന്നിട്ട് അതിനൊക്കെ ടേംസ് ഒക്കെ അറേഞ്ച് ചെയ്ത്, അതായത് വൈ ക്യൂബിൻ്റെ ടേംസ്, വൈ സ്ക്വയറിൻ്റെ ടേംസ്, വൈൻ്റെ ടേംസ് ഒക്കെ പാടെ അറേഞ്ച് ചെയ്ത് എഴുതുക. അങ്ങനെ അറേഞ്ച് ചെയ്ത് എഴുതി കഴിയുമ്പോൾ നമുക്ക് എന്ന് പറയുന്നത് ന്യൂ ഇക്വേഷൻ എന്ന് പറയുന്നത് വൈ ക്യൂബ് മൈനസ് വൈ സ്ക്വയർ പ്ലസ് 7y പ്ലസ് 1 is equal to 0 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് 1 പ്ലസ് ആൽഫ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ, 1 പ്ലസ് ബീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് ബീറ്റ, 1 പ്ലസ് ഗാമ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഗാമ എന്ന് പറയുന്നത് റൂട്ട്സ് ആയിട്ട് വരുന്ന ഒരു പുതിയ ഇക്വേഷനാണ് നമ്മളോട് ഫോം ചെയ്തിരിക്കുന്നത് അല്ലേ. ഇനി ആ റൂട്ട്സിൻ്റെ സമ്മാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. റൂട്ട്സിൻ്റെ സമ്മ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് ഈ 3 ടേംസിൻ്റെ കൂടിയും പ്ലസ് എന്ന് പറയുന്നത് ഇത് സിക്വൽ ടു നമുക്ക് എന്താണെന്ന് പറയാം, S1 അല്ലേ. S1 സിക്വൽ ടു, അപ്പോൾ S1 സിക്വൽ ടു നമ്മൾ എങ്ങനെ എഴുതുന്നത്, അതായത് ഇതിന് ഫിക്സ് ചെയ്തു. S1 എന്ന് പറയുമ്പോൾ ഒരു മൈനസ് കൊടുത്ത് ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് ഏതാണ്, -1 ഡിവൈഡഡ് ബൈ 1 എന്ന് പറയും അല്ലേ. -1 ഡിവൈഡഡ് ബൈ 1. അപ്പോൾ മൈനസ് എന്ന് പറയുമ്പോൾ അതെന്തായിട്ട് മാറും, പോസിറ്റീവായിട്ട് മാറും. സോ നമ്മുടെ ഈ S1 is equal to സം ഓഫ് റൂട്ട്സ് is equal to 1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, അതായത് 1 പ്ലസ് ആൽഫ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ പ്ലസ് ബാക്കിയുള്ള റിമൈനിങ് ടേംസ് മൊത്തത്തിൽ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും, 1 ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ സമ്മാക്കിയിട്ടാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ ഓരോന്നിനെയും നമ്മൾ പുതിയ റൂട്ട്സ് ആണെന്നുള്ള ഓരോ ടേമിന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പുതിയ റൂട്ട്സ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ ജനറൽ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുക. അതിൻ്റെ ഒരു അപ്ലിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ ഓരോന്നെന്ന് പറയുന്നത് φ ഓഫ് ആൽഫ 1, φ ഓഫ് ആൽഫ 2, അതായത് φ ഓഫ് ആൽഫ, φ ഓഫ് ബീറ്റ, φ ഓഫ് ഗാമ എന്ന് പറയുന്ന ഒരു ജനറൽ ഫോമിലാണ്. സോ നമ്മുടെ അതിൻ്റെ ജനറൽ ഫോം എഴുതി അതിൽ നിന്ന് നമ്മൾ x is equal to എന്താണെന്ന് എടുത്ത് ഗിവൺ ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇവ റൂട്ട്സ് വരുന്ന പുതിയൊരു ഇക്വേഷൻ കിട്ടി. അപ്പോൾ റൂട്ട്സ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റൂട്ട്സിൻ്റെ സമ്മാണല്ലോ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സോ റൂട്ട്സിൻ്റെ സമ്മ് is equal to എന്താണ്, S1 ആണ്. സോ നമ്മൾ ആ ഇക്വേഷനിൽ നിന്ന് S1 ഡയറക്റ്റ്ലി കമ്പ്യൂട്ട് ചെയ്യുന്നു. അത്രയും കാര്യങ്ങളാണ് ആ ഒരു പ്രോബ്ലത്തിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്നത് ആർ ദ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ. ഇതെന്ന് പറയുന്നത് ഒരു ജനറൽ ഫോമിലുള്ള ഒരു ഇക്വേഷനാണ് നമുക്ക് തന്നിട്ടുള്ളത്. എക്സ് ക്യൂബ് പ്ലസ് പി എക്സ് പ്ലസ് ക്യൂ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ഇഫ് ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്നത് എക്സ് ക്യൂബ് പ്ലസ് പി എക്സ് പ്ലസ് ക്യൂ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ്റെ റൂട്ട്സ് ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ ഗാമ, ബീറ്റ സ്ക്വയർ പ്ലസ് ഗാമ ആൽഫ, ഗാമ സ്ക്വയർ പ്ലസ് ആൽഫ ബീറ്റ റൂട്ടായിട്ട് വരുന്ന ഒരു പുതിയ ഇക്വേഷനാണ് നമ്മളോട് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഇത്രയും കുറച്ച് കാര്യങ്ങൾ നോക്കിയാൽ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ഉപയോഗിക്കണം, ജനറൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ആ ഒരു മെത്തേഡാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനെ അത് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വരണം, φ ഓഫ് ആൽഫ 1, φ ഓഫ് ആൽഫ, φ ഓഫ് ബീറ്റ, φ ഓഫ് ഗാമ എന്ന് പറയുന്ന ഫോമിൽ റൂട്ട്സ് കിട്ടുകയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ജനറൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നതൊക്കെ എന്താണ്, 3 റൂട്ട്സിൻ്റെയും കോമ്പിനേഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത് അല്ലേ. 3 റൂട്ട്സിൻ്റെയും കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്ന റൂട്ട്സിൻ്റെ കോമ്പിനേഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത്
എന്ത് ചെയ്യണം, ഫംഗ്ഷൻ ഓഫ് ആൽഫ, ഇതിനെ നമുക്കൊരു ഫംഗ്ഷൻ ഓഫ് ആൽഫ എന്ന് പറയുന്നത്, അതേമാതിരി തന്നെ ഇതിനെ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഓഫ് ബീറ്റ എന്ന് പറയുന്നത്, ഇതിനെ എന്ത് ചെയ്യണം, ഫംഗ്ഷൻ ഓഫ് ഗാമ എന്ന് പറയുന്ന ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാറ്, S1 S2 S3യിൽ നിന്നൊരു റിലേഷനൊക്കെ ഉണ്ടാക്കി അതെന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു റൂട്ട്സിൻ്റെ എവിടെയെങ്കിലൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്നത് ബി ദ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ എക്സ് ക്യൂബ് പ്ലസ് പി എക്സ് പ്ലസ് ക്യൂ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ്റെ റൂട്ടാണെന്ന് എടുത്തു അല്ലേ. ഇനി നമ്മൾ നിന്ന് സം ഓഫ് റൂട്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ്, S1 അല്ലേ. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു നമ്മൾ S1 ഇസ് ഈക്വൽ ടു എഴുതുമ്പോൾ നമ്മൾ എന്ത്, S1 ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഇവിടെ P/1 എന്ന് ഡയറക്റ്റ്ലി എഴുതുവരുത്, കാരണം ഈ ഒരു ഇക്വേഷനിൽ x² ടേംസ് എന്ന് പറയുന്നത് ആബ്സെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതി പോരുക എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് എപ്പോഴും പ്രത്യേകിച്ച് പറയാറുള്ളതാണ്, x³ ടേം ഉണ്ടായിരിക്കണം, അതിനുശേഷം x² ടേം എഴുതണം, അതിനുശേഷം എക്സ് പിന്നെ കോൺസ്റ്റൻറ്റ് ടേം എന്ന് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു ടേം ആബ്സെൻ്റ് ആണെങ്കിൽ അതെന്ന് പറയുന്നത് എടുത്ത് എഴുതുമ്പോൾ +0 ഇൻറ്റു ദാറ്റ് ടേം എന്ന് എഴുതി വെക്കണം, അല്ലെങ്കിൽ മൊത്തത്തിൽ ആൻസർ തെറ്റിപ്പോവും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് x² ടേം എന്ന് പറയുന്നത് ആബ്സെൻ്റ് ആണ്. സോ 0 ഡിവൈഡഡ് ബൈ നമ്മൾ 1 വരുമ്പോൾ എന്ത് വരും, 0 വരും. സോ S1 ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ പറയുക, സം ഓഫ് ദ റൂട്ട്സ് എന്ന് പറയുന്നത് ആൽഫ ബീറ്റ ഗാമ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഫോം ആയിരുന്നു അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് S1 ഇത് 0 എന്ന് കിട്ടി. അടുത്തത് S2 എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ഗാമ ഡെൽറ്റയാണ്, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും, P/1 അല്ലേ. അപ്പോൾ എന്ത് വരും, നമുക്ക് P എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് പറയുന്നത്, പ്രൊഡക്റ്റ് S3 എന്ന് പറയുന്നത് എന്താണ്, പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് പറയുമ്പോൾ ഏതൊക്കെയാണ്, ആൽഫ ബീറ്റ ഗാമ ഈക്വൽ ടു S3 ആണ്. അപ്പോൾ ഒരു മൈനസ് ഇട്ട് കൊടുക്കണം. ഇവിടുത്തെ ടേം എന്ന് പറയുന്നത് എന്തായിരുന്നു, Q ആയിരുന്നു. സോ Q ഡിവൈഡഡ് ബൈ 1 എന്ന് വരുമ്പോൾ എന്ത് വരും, ആൽഫ ബീറ്റ ഗാമ വിച്ച് ഈസ് ഈക്വൽ ടു -Q എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്ക് റിലേഷൻ കിട്ടി, ആൽഫ ബീറ്റ ഗാമ ഈക്വൽ ടു -Q എന്ന് കിട്ടി. ഇനി നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഫസ്റ്റത്തെ ഈ ഒരു ടേം എടുത്തു, x² പ്ലസ് ബീറ്റ ഗാമ. ഇനി നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ x² പ്ലസ് ബീറ്റ ഗാമേനെ ആൽഫേൻ്റെ x² അല്ല, α² പ്ലസ് ബീറ്റ ഗാമേനെ ആൽഫേൻ്റെ ടേംസിലും അതുമാതിരി തന്നെ ഈ ഗിവൺ ഇക്വേഷൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ ടേംസിക്ക് കൂടി ആക്കിയിട്ട് നമ്മൾ എഴുതാൻ പോവുക എന്നുള്ളതാണ് ഉദ്ദേശം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു ഇക്വേഷനാണ്. ഈ ഒരു ഇക്വേഷനിലെ ഈ ഒരു ടേമിനെ ഞാൻ എന്ത് ചെയ്യുകയാണ്, ഒരു ആൽഫയെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, അതേമാതിരി തന്നെ ആൽഫയെ കൊണ്ട് ഡിവൈഡ് ചെയ്യും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ വല്ല ചേഞ്ചും ഉണ്ടാവുമോ ഇക്വേഷന്, അതായത് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് α² പ്ലസ് ബീറ്റ ഗാമ എന്നാണ്. ഇതിന് ഞാനൊരു ആൽഫയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്തു, ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ഇതൊന്നും ക്യാൻസൽ ആക്കി കഴിഞ്ഞിട്ട് സെയിം ഇക്വേഷനാണ്, അപ്പോൾ അതിന് ഒരു മാറ്റം വരുന്നില്ല. സോ നമ്മൾ അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് ആ ഇക്വേഷൻ എന്തായിട്ട് മാറും, α² പ്ലസ് ബീറ്റ ഗാമ വിച്ച് ഈസ് ഈക്വൽ ടു α² പ്ലസ് ആൽഫ ബീറ്റ ഗാമ ഡിവൈഡഡ് ബൈ Q എന്ന് പറയും അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ആൽഫ ബീറ്റ ഗാമയ്ക്ക് പകരം -Q എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, α² പ്ലസ് -Q ഡിവൈഡഡ് ബൈ ആൽഫ എന്ന് പറയും. അതിനെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കുമ്പോൾ എന്ത് വരും, α² -Q ഡിവൈഡഡ് ബൈ ആൽഫ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ അതായത് ഈ ഒരു ഫോമിലുള്ള ഈ റൂട്ടിനെ നമ്മൾ വെറും ആൽഫേൻ്റെ ടേംസിലേക്ക്, അതുമാതിരി തന്നെ ആൽഫേൻ്റെ ഒരു ഫംഗ്ഷൻ ഓഫ് ആൽഫ എന്ന് പറയുന്ന ഫോമിലേക്ക് എത്തി. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരിക്കും, ഇവിടെ Q എന്ന് പറയുന്നത് ഗിവൺ ഇക്വേഷൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്, നമ്മളിവിടെ ഒരു ജനറൽ ഇക്വേഷൻ എടുത്തത്, അതുകൊണ്ടാണ്. അപ്പോൾ ഈ Q എന്ന് പറയുന്നത് 1 2 3 എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റുമോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല. ഓക്കെ, അത്രയും കാര്യങ്ങളാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, സിമിലർലി β² പ്ലസ് ആൽഫ ഗാമ, ഈ ഇക്വേഷനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു ബീറ്റയെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, അതുമാതിരി തന്നെ ബീറ്റയെ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്യാം. സിമിലർ പ്രോസസ്സസ് ചെയ്യുമ്പോൾ നമുക്ക് β² -Q ഡിവൈഡഡ് ബൈ ബീറ്റ എന്ന് കിട്ടും. അതുമാതിരി ഈ ഒരു ടേമിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിൽ ഈ ആൽഫ ബീറ്റേനെ ഒരു ഗാമ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഗാമ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു ന്യൂ റിലേഷൻ എന്ന് പറയുന്നത് γ² -Q ഡിവൈഡഡ് ബൈ ഗാമ എന്ന് പറയുന്ന ഫോമിലോട്ട് നമുക്ക് എത്തും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് എല്ലാ റൂട്ട്സും, അതായത് നമ്മുടെ എല്ലാ റൂട്ട്സും ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ α² -Q ബൈ ആൽഫ എന്ന് പറയുന്നത് β² -Q ബൈ ബീറ്റ, γ² Q ബൈ. അപ്പോൾ ഒരു ജനറൽ ഫോം എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുമോ നോക്കാം. എന്തായിരുന്നു നമ്മുടെ ജനറൽ ഫോമുലയോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് y is equal to x² - Q by x എന്ന് പറയുന്ന ഫോമിലോട്ട് നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്ത് എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ നമ്മൾ എക്സിന് പകരം ആൽഫയും ബീറ്റയും ഗാമയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു റിലേഷൻസ് കിട്ടും. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടണം, എക്സിൻ്റെ ടേംസ് എഴുതുകയാണ് വേണ്ടത്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എക്സിൻ്റെ ടേംസ് എഴുതുക എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നത്
ഓക്കെ, നമുക്കിപ്പോൾ y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് ക്യൂ ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറയുന്ന ഇതുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറയുന്ന ഫോമിലോട്ട് എഴുതാണ് വേണ്ടത്. അപ്പോൾ ആദ്യം ഈ ഒരു ഇക്വേഷനെ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് അറേഞ്ച് ചെയ്ത് റെഡിയാക്കിയത്. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ y ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, എക്സ് ക്യൂബ് മൈനസ് ക്യൂ ഡിവൈഡഡ് ബൈ എക്സ് എന്ന് കിട്ടും. ഇതിനൊന്ന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വൈ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് ക്യൂ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്കൊരു തേർഡ് ഡിഗ്രി പോളിനോമിയൽ കിട്ടും. സോ ആ തേർഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ഫോം എന്ന് പറയുന്നത് ഏത് ഫോമിലായിരിക്കും, എക്സ് ക്യൂബ് മൈനസ് വൈ എക്സ് മൈനസ് ക്യൂ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഈ ഒരു ഫോമിലായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഒരു പുതിയ ഫോം ചെയ്തിട്ടുള്ള ഈ ഒരു ഇക്വേഷന് നമ്മുടെ ഇക്വേഷൻ 1 ഉണ്ടായിരുന്നല്ലോ, അതായത് ഗിവൺ ഇക്വേഷൻ 1 എന്ന് പറയുമ്പോൾ നമ്മുടെ ഗിവൺ ഇക്വേഷൻ, ഈ രണ്ട് ഇക്വേഷനും കൂടി നമ്മൾ എന്ത് ചെയ്യാണ്, സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു പുതിയ അതിൽ നിന്ന് നമ്മളൊരു റിലേഷൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ ഇക്വേഷനിൽ നിന്ന് ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാണ്, സബ്ട്രാക്ട് ചെയ്യണം. അങ്ങനെ സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എക്സ് ക്യൂബിൻ്റെ ടേമും ക്യാൻസൽ ചെയ്ത് പോകും. റിമൈനിങ് ആയിട്ടുള്ള ടേംസിനെ നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് ബാക്കി കിട്ടുന്നത് പി എക്സ് പ്ലസ് വൈ എക്സ് പ്ലസ് 2q ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി, ഈ രണ്ട് ടേമിലും എക്സ് കോമൺ ആണ്. സോ എക്സ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, എക്സ് ഇൻറ്റു പി പ്ലസ് വൈ ഇസ് ഈക്വൽ ടു മൈനസ് 2q എന്ന് കിട്ടും. അതിൽ നിന്ന് നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 2q ഡിവൈഡഡ് ബൈ വൈ പ്ലസ് പി എന്ന് എഴുതി. ഓക്കെ, ഇപ്പോൾ സിമിലർലി നമുക്ക് ആദ്യം, അതായത് നമ്മളെപ്പോഴും ഒരു റിലേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ്ലി നമുക്ക് ഒരു എക്സ് ഇസ് ഈക്വൽ ടു എന്ന് എഴുതാൻ പറ്റാറുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എഴുതാൻ പറ്റാതെ വന്നതുകൊണ്ട് നമുക്ക് ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയപ്പോൾ നമുക്കൊരു തേർഡ് ഡിഗ്രി, അതായത് ഈ ഒരു ടേമിനെ അറേഞ്ച് ചെയ്ത് എഴുതിയപ്പോൾ ഒരു തേർഡ് ഡിഗ്രി പോളിനോമിയൽ കിട്ടി. ഗിവൺ ഇക്വേഷനും ആ തേർഡ് ഡിഗ്രി പോളിനോമിയലിന് എക്സ് ക്യൂബിൻ്റെ ടേംസ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗിവൺ ഇക്വേഷനിൽ നിന്ന് ഈ ഇക്വേഷൻ കൂടി എന്ത് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു. അങ്ങനെ കിട്ടിയപ്പോൾ നമുക്കൊരു റിലേഷൻ കിട്ടി. അതിൽ നിന്ന് നമ്മൾ സോൾവ് ചെയ്തിട്ടാണ് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചത്. ആ ഒരു വ്യത്യാസം മാത്രമാണ് ഈ ഒരു പ്രോബ്ലത്തിൽ വരുന്നത്. അങ്ങനെ നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു നമുക്കൊരു ടേം കിട്ടി. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന മാതിരി എന്ത് ചെയ്യാണ്, അതെന്ന് പറയുന്നത് ഗിവൺ ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, റീഅറേഞ്ച് ചെയ്യുക. അങ്ങനെ റീഅറേഞ്ച് ചെയ്ത് കപ്പാട് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ വൈ ക്യൂബ് പ്ലസ് പി വൈ സ്ക്വയർ മൈനസ് പി സ്ക്വയർ വൈ മൈനസ് പി ക്യൂബ് പ്ലസ് 8q സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ഫോമുല കിട്ടും. അപ്പോൾ ആ പുതിയ ഇക്വേഷൻ ഇതിന് വേണമെങ്കിൽ നമുക്ക് ഇനി എക്സ്, അതായത് വൈക്ക് പകരം എക്സ് റീപ്ലേസ് ചെയ്തിട്ട് എഴുതാം. അപ്പം ആ ഒരു ഇക്വേഷൻ ആയിരിക്കും ഇത്. ഈ ഇക്വേഷൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലായിരിക്കും എന്ന് പറയുന്നത്. സോ അതായിരുന്നു നമ്മളിവിടെ ഉപയോഗിച്ചിരുന്ന ഒരു ജനറൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. കാരണം നമുക്കിവിടെ ആ ഒരു വൈ ഇസ് ഈക്വൽ ടു നമ്മൾ എഴുതുന്ന വരെ സ്മൂത്ത് ആയിട്ട് ചെയ്തു വരും. അതിൽ നിന്ന് നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു എടുക്കുന്നിടത്തായിരിക്കും ഒരു കൺഫ്യൂഷൻ വരെ. സോ ആ ഒരു സ്റ്റെപ്പിൽ എന്ന് പറയുന്നത് നമ്മളൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇനി നെക്സ്റ്റ് പ്രോബ്ലം 12 എന്ന് പറയുന്നത് ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഈ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ എവിടെ ഉപയോഗിക്കേണ്ട കാർഡൻ മെത്തേഡ് ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ആവശ്യമുള്ള ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഇവിടെ മുന്നേ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിക്കാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഇത് ശ്രദ്ധിച്ച് പോകേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഗിവൺ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്നത് ആർ ദ റൂട്ട്സ് ഓഫ് ദിസ് പോളിനോമിയൽ. ഈ ഒരു തേർഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ റൂട്ട്സ് ആണ്. നമുക്ക് ഇത് റൂട്ട്സ്, ഈ 3 റൂട്ട്സ് ആയിട്ട് വരുന്ന പുതിയൊരു പോളിനോമിയലാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഓരോന്ന് നോക്കാം. ഇതൊക്കെ എന്താണ്, എന്താ പറയുക, ഫംഗ്ഷൻ ഓഫ് ആൽഫ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓഫ് ബീറ്റ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓഫ് ഗാമ എന്ന് പറയുന്ന ഒരു ഫോമിലല്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിൽ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സമയത്ത് നമുക്ക് അതിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതായത് S1 S2 S3 കാണണം. ഓക്കെ, അപ്പോൾ S1 S3, അതായത് നമ്മൾ ഇനി പ്രോബ്ലത്തിലോട്ട് പോവാം. അപ്പോൾ ലെറ്റ് ആൽഫ ബീറ്റ ഗാമ ആർ ദ റൂട്ട്സ് ഓഫ് ദിസ് ഗിവൺ ഇക്വേഷൻ. ഇതിൽ നിന്ന് നമ്മൾ S1 S2 S3 കാണും. S1 S2 S3 കാണുമ്പോൾ ആൽഫ പ്ലസ് ബീറ്റ plus gamma is equal to 0, then this is equal to q and alpha beta gamma is equal to minus r എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ റൂട്ട് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന റൂട്ട്സിൻ്റെ ഫോം എന്ന് പറയുന്നത് ബീറ്റ മൈനസ് ഗാമ ഓൾ സ്ക്വയർ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റത്തെ റൂട്ടല്ലേ, അപ്പോൾ ഫസ്റ്റത്തെ റൂട്ടിനെ നമുക്ക് ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ആൽഫ ആക്കിയിട്ട് എഴുതണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന ഒരു റിസൾട്ടാണ് എ മൈനസ് ബി ഓൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഓൾ സ്ക്വയർ മൈനസ് 4ab എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഒന്ന് വേണമെങ്കിൽ കോട്ട് ചെയ്ത് തരാം. എ മൈനസ് ബി ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഓൾ സ്ക്വയർ മൈനസ് 4ab എന്ന് പറയുന്ന ഒരു റിസൾട്ട് ഉണ്ട്. ഈ റിസൾട്ട് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതായത് ബീറ്റ മൈനസ് ഗാമ ഓൾ സ്ക്വയറിന് നമ്മൾ ആ റിസൾട്ട് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ആ റിസൾട്ട് അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്തി, ബീറ്റ പ്ലസ് ഗാമ ഓൾ സ്ക്വയർ മൈനസ് 4 ബീറ്റ ഗാമ എന്ന് എഴുതി ഇല്ലേ. ഇനി നമ്മൾ ഈ ഒരു ടേമിൻ്റെ കൂടെ ബീറ്റ ഗാമേൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ആൽഫ ആഡ് ചെയ്യും, ഒരു ആൽഫ സബ്ട്രാക്ട് ചെയ്യാണ്. ഓക്കെ, ആൽഫ ആഡ് ചെയ്യും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് വരും, ബീറ്റ പ്ലസ് ഗാമ. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ആൽഫ എന്ന് പറയുന്നത് ആഡ് ചെയ്തു. അതേമാതിരി
കാര്യം ആൽഫ എന്ന് പറയുന്നത് മൈനസ് ചെയ്തു. അപ്പോൾ ഇത് രണ്ടും കൂടി മൈനസ് ഇതാക്കി പോകുമ്പോൾ പോയിട്ട് എന്ത് തന്നെ വരിക, ബീറ്റ ഗാമ എന്ന് വരുന്നത്. അപ്പോൾ അതിന് ചേഞ്ച് ഇല്ല. സോ ഞാൻ ഈ ഒരു ടേമിന് എന്ത് ചെയ്തു, അതേമാതിരി റീപ്ലേസ് ചെയ്തു. ഇങ്ങനെ എഴുതി ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ മൈനസ് ഡെൽറ്റ എന്ന് ഹോൾ സ്ക്വയർ എന്ന് എഴുതി. ഇനി നമ്മൾ ഈ ഫോർ ബീറ്റ ഗാമ, അതിൽ ഈ ഫോർ ബീറ്റ ഗാമേനെ ഞാനൊരു ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്തു, ആൽഫ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ വരിക, 4 ബീറ്റ ഗാമ ആൽഫ മൾട്ടിപ്ലൈ ചെയ്തു, ആൽഫ ഡിവൈഡ് ചെയ്തു അല്ലേ. അപ്പോൾ ഇതൊന്നും ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഒരു ചേഞ്ചും വരില്ല. സോ ഞാൻ അതിനെ അറേഞ്ച് ചെയ്തേക്കുന്നത് 4 ആൽഫ ബീറ്റ ഗാമ ഡിവൈഡഡ് ബൈ ആൽഫ എന്ന് പറയുന്ന ഫോമിലെത്തി. ഓക്കെ, ഇനി നമ്മൾ നോക്കുക, ഇത്രയും എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ള റിലേഷൻസ്, നമ്മുടെ ഇവിടെ കുറേ റിലേഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ് റിലേഷൻ? നമ്മളിവിടെ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ സിക്കോട്ട് 0 എന്നുണ്ടായിരുന്നു. ആ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ സിക്കോട്ട് 0 എന്ന് പറയുമ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ മൈനസ് ആൽഫ ഹോൾ സ്ക്വയർ വരും. പിന്നെ ഈ ആൽഫ ബീറ്റ ഗാമയ്ക്ക് പകരം മൈനസ് ആർ എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് പകരം എന്ത് കൊടുക്കുക, മൈനസ് ആർ എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് വരും, 0 മൈനസ് ആൽഫ ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു മൈനസ് ആർ ഡിവൈഡഡ് ബൈ ആൽഫ എന്ന് പറയുന്നത്. സോ അതെന്തായിട്ട് മാറും, ആൽഫ സ്ക്വയർ പ്ലസ് 4r ഡിവൈഡഡ് ബൈ ആൽഫ എന്ന് പറയുന്നു അല്ലേ. അപ്പം നമുക്ക് ഫസ്റ്റത്തെ റൂട്ടിനെ നമുക്ക് എന്താ ഇസ് എ ഫംഗ്ഷൻ ഓഫ് ആൽഫ എന്ന് പറയുന്ന ഫോമിൽ എഴുതി. സിമിലർലി എല്ലാ ടേം ബാക്കിയുള്ളതൊക്കെ ഇതേമാതിരി തന്നെ ഈ ടേമിനെ എന്ന് പറയുന്നത് ഇതേമാതിരി, അതായത് ഇതേമാതിരി എക്സ്പാൻഡ് ചെയ്യാം. അതായത് മറ്റേ റിലേഷൻ ഉണ്ടല്ലോ, ഏതാണ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 4ab എന്ന് പറയുന്ന ഇത് യൂസ് ചെയ്ത് അപ്ലൈ ചെയ്യുക. അതേമാതിരി തന്നെ അപ്പോൾ നമുക്ക് സിമിലർലി നമ്മൾ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ എന്ന് വരാൻ വേണ്ടിയിട്ട് അവിടെ ഏതാണോ ടേം ആബ്സെൻ്റ് ആയിട്ടുള്ളത് അത് ആഡ് ചെയ്ത് കൊടുക്കുക, അത് സബ്ട്രാക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈ റൂട്ട്സിനെയും ഇതേമാതിരി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ നിന്ന് നമ്മളൊരു ജനറൽ ഫോം എടുക്കുക. ജനറൽ ഫോം എന്ന് പറയുന്നത് നമുക്ക് എടുത്തോടെ ഏത് ഫോമാണ് വരിക, y is equal to x സ്ക്വയർ പ്ലസ് 4r ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറയുന്നതാണ്. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഓക്കെ, ഇത് കിട്ടിക്കഴിഞ്ഞു. ഇതിൽ നമ്മൾ എക്സിന് ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുമ്പോൾ നമുക്ക് ആ റിലേഷൻസ് കിട്ടും. ഇനി നമ്മൾ ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈക്ക് ചെയ്ത് അറേഞ്ച് ചെയ്ത് എടുക്കുമ്പോൾ നമുക്കൊരു 3rd ഡിഗ്രി പോളിനോമിയൽ കിട്ടി. ഇപ്പോൾ ഇനി നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ്, തൊട്ട് മുന്നിൽ ചെയ്ത അതേ പ്രോബ്ലത്തിൽ ചെയ്ത അതേ മെത്തേഡ് തന്നെ അപ്ലൈ ചെയ്യുക. ആ 2 3rd ഡിഗ്രി പോളിനോമിയൽ കൂടി എന്ത് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യുക. എന്നാൽ 2 3rd ഡിഗ്രി പോളിനോമിയൽ കൂടി സബ്ട്രാക്ട് ചെയ്തിട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് ഇതേണ്ടേ ഇങ്ങനെ കിട്ടും. ഇക്വേഷൻ QX പ്ലസ് YX മൈനസ് 3R is equal to 0 എന്ന് വരും. ഇതിൽ നിന്ന് നമുക്ക് എക്സ് കോമൺ ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു Q പ്ലസ് വൈ വിച്ച് ഈസ് ഈക്വൽ ടു 3R എന്ന് വരും. സോ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും, 3R ഡിവൈഡഡ് ബൈ വൈ പ്ലസ് ക്യൂ എന്ന് എഴുതാൻ പറ്റും. ഇനി നമ്മൾ എന്താണ് എക്സ് ഇസ് ഈക്വൽ ടു 3R ഡിവൈഡഡ് ബൈ വൈ പ്ലസ് ക്യൂ എന്ന് പറയുന്നത് തന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടും. ഇപ്പോൾ ഈ ഒരു ഇക്വേഷനാണ് നമ്മുടെ റിക്വയർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ആ ഇക്വേഷൻ്റെ പ്രത്യേകത എന്തായിരിക്കും, ബീറ്റ മൈനസ് ഗാമ ഹോൾ സ്ക്വയർ പ്ലസ് ഗാമ മൈനസ് ആൽഫ ഹോൾ സ്ക്വയർ പ്ലസ് ആൽഫ മൈനസ് ബീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് അതിൻ്റെ റൂട്ട്സ് ആയിട്ട് വരുന്ന ഒരു പോളിനോമിയൽ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഇതൊക്കെ ഈ മെത്തേഡൊക്കെ എന്ന് പറയുന്നത് 2 തരത്തിലാണ് ചോദിക്കുക. ഒന്നാമത് ഡയറക്റ്റ്ലി ആ റൂട്ട്സിന് നമുക്കൊരു ജനറൽ ഫോമിൽ എഴുതാൻ പറ്റും. അങ്ങനെ ഡയറക്റ്റ് വരാത്ത സമയത്താണ് നമ്മൾ S1 S2 കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ ആ തന്ന, അതായത് അപ്പോൾ ഫൈ ഓഫ് ആൽഫ 1 ഫൈ ഓഫ് ആൽഫ 2 എന്ന് പറയുന്നത് അതിലേക്ക് നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ ചിന്തിച്ച് നോക്കുക, അതിനനുസരിച്ച് ചെയ്യും. ഓക്കെ, ഇത്രയാണ് ഇവിടെ ഉണ്ടായിരുന്നത്.